ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് തിരുവോണ നാളിങ് എത്തുമ്പോൾ ചാല മാർക്കറ്റിലൊക്കെ തന്നെ പൂവിൻ്റെ വില കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണെന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഈ പിച്ചിയുടെ ആയിരുന്നാലും മുല്ലയുടെ ആയിരുന്നാലും അതുപോലെ ജമന്തിയുടെയൊക്കെ തന്നെ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പോൾ വിലയൊക്കെ തന്നെ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മൂന്ന് പ്രാവശ്യത്തൊക്കെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വില കുറവാണ്. കാരണം അതിനുള്ള നമുക്ക് വില കുറഞ്ഞുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കണമുണ്ട്. അതേപോലെ കസ്റ്റമേഴ്സ് വരണുണ്ട്. സന്തോഷമായിട്ട് അവർക്ക് സാധനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. വലിയ വിലയൊന്നും ഈടാക്കേണ്ട കാര്യമില്ല. ഈ പിച്ചിക്കൊക്കെ തന്നെ കിലോയ്ക്ക് 2000 രൂപയാണ്. പിച്ചിക്ക് പറഞ്ഞില്ലേ, ഇപ്രാവശ്യം വില കുറവാണ്. അല്ലെങ്കിൽ ഒരു മുഴത്തിനൊക്കെ നമ്മൾ ആ കണക്ക്, അതായത് 150 മേളിലോട്ടൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ട്. ഇപ്പം അതിനകത്തോട്ടാണ് ഇപ്പം നിൽക്കുന്നത് തന്നെ. ഈ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിക്കും, തിരുവോണ നാളാവുകയാണ്. അപ്പോൾ ഈ ഓണം കഴിയുന്നതോടുകൂടി മാർക്കറ്റിൽ വില കുറയാൻ സാധ്യതയുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു വില കുറച്ച് ഇതായിട്ടിരിക്കുമ്പോൾ നാളെ അങ്ങ് തനിയെ ആ വില അങ്ങ് തനിയെ മാറാനുണ്ട്. നമുക്ക് ആകെ ഈ ഒരു ദിവസത്തെയാണ് നമുക്ക് ആ വില കുറച്ച് കയറി വരണം. അത് എല്ലാ പ്രാവശ്യവും ഓണ സീസണ് ആ ഒരു വില എല്ലാവർക്കും അറിയാവുന്നതാണ്. വയനാട് ദുരന്തമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ അത്തങ്ങൾ കുറവാണ്. അതുകൊണ്ട് വില കുറഞ്ഞാണ് ഇരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ. പിന്നെ കച്ചവടമുണ്ട്, ഓണമായിട്ട് പിന്നെ ആഘോഷിക്കും, ചിലവർ ആഘോഷിക്കും, അതിനനുസരിച്ച് പോകുന്നുണ്ട്. വിലയുടെ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് സംശയങ്ങളുള്ളൂ. അതായത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് പിച്ചിയുടെയും മുല്ലയുടെയും വിലയൊക്കെ തന്നെ 4000 അടുത്താണ് പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത്. ഈ തിരുവോണം കൂടി കഴിയുന്നതോടുകൂടി ഈ പൂവിൻ്റെയൊക്കെ തന്നെ വില കുറഞ്ഞ്, പ്രത്യേകിച്ച് പിച്ചിയുടെയും മുല്ലയുടെയൊക്കെ തന്നെ വില കുറഞ്ഞ് സാധാരണ വിലയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കച്ചവടക്കാർ പറയുന്നത്. ചാലയിൽ നിന്ന് സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.